മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. കാരണം നിങ്ങൾ ഇരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ചയ്ക്കുള്ള കഥാപാത്രം നിങ്ങളായിരിക്കും. പൂവിൽ തേനുണ്ടെന്ന് കരുതി കായ മധുരിക്കണമെന്നില്ല. ചില മനുഷ്യരും അങ്ങനെയാണ്. വാക്കുകൾ മധുരമെങ്കിലും പ്രവർത്തികൾക്ക് കൈപ്പേറും. എപ്പോഴും വേദനിക്കുന്നവരുടെ മനസ്സ് പെട്ടെന്നൊന്നും തകരില്ല. എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്ത് നേടിയിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ നേരിട്ടിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത്. ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കുവാനുള്ള അവസരവും. ജീവിതമാണ്, ആര് പോയാലും വന്നാലും അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. എന്നാൽ ചിലർ പോകുമ്പോൾ, ചിലരെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അത് ഉൾക്കൊള്ളാൻ വിസമ്മതിച്ച് മനസ്സ് പിണങ്ങി മാറി നിൽക്കും. കൈവെള്ളയിൽ നിന്ന് വഴുതിയെറിയുമ്പോഴാണ് നഷ്ടബോധത്തിൻ്റെ തീവ്രതയേറുന്നത്. നഷ്ടബോധങ്ങളുടെ ആകെത്തുകയാണ് നമ്മുടെയൊക്കെ ജീവിതം, അല്ലേ? സ്വന്തമായി നഷ്ടബോധമില്ലാത്തവൻ ജീവിച്ചിട്ടില്ലാത്തവന് തുല്യമാണ്. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളിലൊതുക്കിയ മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി ജീവിക്കുന്നവളാണ് പെണ്ണ്. സ്വന്തം ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് ഞാൻ കാരണം ആരും വേദനിക്കരുത് എന്ന് കരുതി ജീവിക്കുന്നവൾ. എന്നിട്ടും അവളെ മനസ്സിലാക്കാനോ പരിഗണിക്കാനോ ചിലർക്കൊന്നും കഴിയുന്നില്ല. എത്രത്തോളം മിണ്ടി എന്നതിലല്ല, ആ മിണ്ടി അന്ന് മുതൽ എത്രത്തോളം നമ്മളെ മനസ്സിലാക്കി എന്നതിലാണ് കാര്യം. നിങ്ങൾ നിങ്ങളെ ഒരിക്കലും വില കുറച്ച് കാണരുത്. നിങ്ങൾ കരുതുന്നതിനേക്കാൾ നിങ്ങൾക്ക് ശക്തിയുണ്ട്. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ വാക്കുകൾക്ക് പക്വത കൈവരികയുള്ളൂ.